ഹായ് ഹലോ, നമുക്കിന്നൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഇടുകയും കൂടെ ചെയ്യണേ. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കണം, ഞാൻ റീലിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കി നോക്കി, ഒരു വട്ടം ഞാനത് കഴിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കുവാണ്. ക്യാരറ്റും മാങ്ങയും വെച്ചൊരു അച്ചാറാണ് കേട്ടോ. നമുക്കിതിനധികം സാധനങ്ങളൊന്നും വേണ്ട. ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഇത്രയും സാധനങ്ങൾ മതി: ക്യാരറ്റ്, മാങ്ങ, കരിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത്ര സാധനം കൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടാകുമ്പോൾ ശരിക്കും നമുക്കിതിന് നല്ലെണ്ണയാണ് വേണ്ടത്. നല്ലെണ്ണ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കണത്. നല്ലെണ്ണയാണ് ടേസ്റ്റ്. ഇനി ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരന്ന് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിടാവേ. കടുകിട്ട്, കാരണം എണ്ണയൊന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായാലേ കടുക് പെട്ടെന്ന് പൊട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട അതുണ്ട്, കടുകിട്ടു. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉലുവയും കൂടെ ഇടണം കേട്ടോ. ഉലുവ ഇടണം. ഉലുവയൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഉലുവ ഇട്ടു. നല്ലെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നല്ലെണ്ണയ്ക്ക്. വെളിച്ചെണ്ണയും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അത് നന്നായിട്ട് ഈ കടുകും ഉലുവയും കൂടെ പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി, ഉലുവയും പൊട്ടി. അപ്പം നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ അത് പച്ചയ്ക്ക് ഇടരുത് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടണം. നല്ല ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടും. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഞാനിത് വലുതായിട്ട് തന്നെ ഇട്ടേക്കണത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞിടാം കേട്ടോ. എനിക്കിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ കടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് അരിഞ്ഞില്ല. അതുപോലെ തന്നെ ആ വലിയ വലിപ്പത്തിൽ തന്നെ ഞാനത് ഇട്ടേക്കണത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരിഞ്ഞ് ചേർക്കാം. ഞാനിത് കണ്ടോ, ഇത് വലിപ്പത്തിൽ തന്നെ ഞാൻ ഇട്ടേക്കണത്. കാരണം എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ചിലവർക്കത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് അരിയണം. പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അരിയുമ്പോൾ അതുകൊണ്ട് നീളത്തിലരിയണം കേട്ടോ. ഈ അച്ചാറിന് നമ്മൾ നീളത്തിൽ, ഇപ്പോൾ ക്യാരറ്റൊക്കെ നീളത്തിലരിയണ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ തന്നെ അരിയുക. അതുപോലെ ക്യാരറ്റും മാങ്ങയൊക്കെ നീളത്തിലരിയുക. ഇത് മൂത്തു. ഞാൻ അടുത്തത് ഇനി പച്ചമുളക് ഇട്ടു കേട്ടോ. ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളക്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിൽ പച്ചമുളക് ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ കാന്താരി ആണെങ്കിലും ഒക്കെ ചേർക്കാം കേട്ടോ. നല്ലതായിരിക്കും കാന്താരിയൊക്കെ ആണെങ്കിൽ. ഇത് ഞാൻ വാങ്ങിയ പച്ചമുളകാണ്. ഞാൻ പക്ഷേ ഇത്ര ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി. അതിപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം വന്നെ. അതുപോലെ നല്ല സ്മെല്ല്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എല്ലാം അങ്ങ് മൂക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരില്ലേ. അതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കരിവേപ്പിലയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ വെളുത്തുള്ളി ആണെങ്കിലും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അതുപോലെ നമ്മുടെ ഇഞ്ചി ദഹനത്തിന്, കരിവേപ്പില മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വെറുതെ തിന്നാൻ പറഞ്ഞാൽ നമുക്കിതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ പൊക്കോളേ. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത പറയുവാണെങ്കിൽ നമ്മൾ അച്ചാർ പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. തനി നാടൻ രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കണത്. നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വീണ്ടും കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കാനുള്ളവരാണെങ്കിൽ ഇത് ഒന്നുകൊണ്ട് ട്രൈ ആക്കണം. ഇത് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ അധികം മൂപ്പിക്കണില്ല. ഈ ഒരു മൂപ്പിൽ നമുക്ക് ആകെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ ഇതിലേക്ക്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. ഇതിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉപ്പും. ഇത്ര സാധനം മതി ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം കായപ്പൊടിയും കൂടി ഇടുവാണ്. കായപ്പൊടി ആ ഒരു ടേസ്റ്റും, ഈ കായവും നമ്മുടെ വയറിന് നല്ലതാണ് കേട്ടോ. ഇത് സാധനങ്ങളൊക്കെ നമ്മുടെ വയറിന് നല്ല സാധനങ്ങളാണ്. കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. നമുക്ക് സാലഡൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാവേ. നമ്മൾ അച്ചാർ പോലെ ഒന്നല്ല, നമ്മൾ ഇച്ചിരി ഇതായിട്ട് നമുക്ക് സലാഡ് പോലെയൊക്കെ നമുക്ക് കഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം കെറ്റിലിൽ. ആ വെള്ളവും കൂടെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഒഴിക്കുക. കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. അതൊക്കെ ഞാനിതിൽ കണക്ക് പറയാത്തത്, ഞാനിപ്പോൾ 3 ക്യാരറ്റും 2 മാങ്ങ എടുത്തേക്കണത്. ഇതിപ്പോൾ നമ്മുടെ കൈക്കണക്കാണ്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പാകത്തിന് ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ച് ആ തിളപ്പിച്ചാറിയ വെള്ളവും വിനെഗറും കൂടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ക്യാരറ്റ് അതിലേക്ക് ഇടണേ. അത് നന്നായിട്ട് തിളക്കണം ആ വെള്ളം. അതിന് ശേഷം ആ ക്യാരറ്റും കൂടെ ഇട്ടിട്ട്, ഈ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ അധികം വേവാൻ നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി, അതായത് കടിക്കണം. അതായത് ആ ക്യാരറ്റൊക്കെ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ ഒന്ന് കടിക്കണം, എന്നാലാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ ആ ക്യാരറ്റ് ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, കാരണം ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് എല്ലാത്തിലും ആവാൻ വേണ്ടി മിക്സ് ചെയ്ത്, അതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുവാണ്. കാരണം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓണായി വെക്കരുത്, തീ ഓഫാക്കണം കേട്ടോ. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവരുത്, വെന്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോകും. ഇങ്ങനെ വെന്തവിഞ്ഞ് പോകരുത്, ക്യാരറ്റും മാങ്ങയൊക്കെ കടിക്കണം. അപ്പം ഞാൻ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്ത്, ഇനി മാങ്ങയും കൂടെ ഇട്ടിട്ട് അത് ഫുള്ളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ്. കാരണം അതിൻ്റെ ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ അതിലേക്ക് ആക്കുക. പിന്നെ തീ ഓഫ് ചെയ്ത്, ഇത് മാങ്ങ ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ തീ കത്തിക്കരുത്. അതുകൊണ്ടോ നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വായിൽ വെള്ളം ഓടുന്നുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പ് നോക്കിയിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി കായപ്പൊടി വേണമെങ്കിലും തൂക്കി കൊടുക്കാവേ. അതായത് ഇത്രേ ഉള്ളൂ പണി. ഇതിൻ്റെ പണി കഴിഞ്ഞു, എളുപ്പമായി. നമുക്കിനിയിപ്പോൾ ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ വെറുതെയൊക്കെ കഴിക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ പിന്നെ കുറച്ച് ചോറും ഇത് കണ്ടോ അതും കൂടെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ.